വെയിറ്റ് ഗെയിൻ ചെയ്ത് ബൾക്ക് ആകാനും ഫാറ്റ് ലോസ് ചെയ്ത് സിക്സ് പാക്ക് കൊണ്ടുവരാനും ജനറലി ഹെൽത്തി ആയിരിക്കാനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ സെൽ റിപ്പയറിംഗ് മസിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ വയറ് ഫില്ലായിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ്. നിങ്ങൾ 10 വയസ്സായാലും 50 വയസ്സായാലും നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 15 ടൈപ്പ് പ്രോട്ടീൻ ഫുഡുകളാണ്. ഇതിന്റെ ബയോ അവൈലബിലിറ്റി, പ്രൈസ്, റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്നിവ ഓർഡർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രൈസ് റേഞ്ചിന് ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ എടുക്കണമെന്നും നോക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ ഡെയിലി ഇൻടേക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനു മുന്നേയായിട്ട് നമ്മൾ അറിയാനുള്ളത് നമ്മൾ എന്തിനാണ് പ്രോട്ടീൻ കഴിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മസിൽ ടിഷ്യൂസ് ഡാമേജ് ആകും. ഡാമേജ് ആയിട്ടുള്ള മസിൽ ടിഷ്യൂവിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ സഹായത്തോടെ നമ്മൾ ചെറിയ മസിൽസിനെ വർക്ക്ഔട്ട് ചെയ്ത് വലുതാക്കുന്നു. നമ്മൾ ഏത് ടൈപ്പ് ഫുഡ് എടുത്താൽ തന്നെയും അതിന്റെ പ്രോട്ടീന്റെ ക്വാണ്ടിറ്റി വളരെയധികം വ്യത്യാസമുള്ളതായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ് എടുത്തു കഴിഞ്ഞാൽ 6 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മളൊരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുക്കുകയാണ്, അതിൽ ഏകദേശം 31 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. പല ടൈപ്പ് ഫുഡ് സോഴ്സിലും പ്രോട്ടീന്റെ ക്വാണ്ടിറ്റി വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡിന്റെയും പ്രോട്ടീന്റെ അളവ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാലറി ട്രാക്കിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഡെയിലി എത്ര ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എക്ടോമോർഫ്, മീസോമോർഫ്, എൻഡോമോർഫ് ഈ 3 ടൈപ്പ് ബോഡിയുടെയും ഡെയിലി എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. മാക്സിലെ ഫോർമുലയല്ല, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നമുക്ക് നോക്കാം. എക്ടോമോർഫ് ബോഡി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എടുക്കുന്നത്. അയാളുടെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോയാണ്. ഇദ്ദേഹം ജിമ്മിൽ പോകാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കഴിക്കേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ഇൻറ്റു 1, അതായത് 60 ഇൻറ്റു 1, അപ്പോൾ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുക്കണം ഇദ്ദേഹം. അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ജിമ്മിൽ പോവുകയാണ്. ജിമ്മിൽ പോകുന്ന ടൈമിൽ ഇദ്ദേഹത്തിന്റെ പ്രോട്ടീൻ ഗോൾ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 0.8. ഇദ്ദേഹം 60 kg ഉള്ളതുകൊണ്ട് നമുക്ക് ആൻസർ 105 ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുക്കണം. ഈ ലെവലിൽ ഇദ്ദേഹം പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. അടുത്ത് വരുന്നത് മീസോമോർഫ് ആണ്. അതായത് സ്കിന്നി ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് വയറിന്റെ ഭാഗത്ത് ഫാറ്റ് ഉണ്ട്, നമ്മുടെ കൈകളിൽ ഫാറ്റ് ഉണ്ട്, അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് ഫാറ്റ് കുറച്ചിട്ട് മസിൽസ് ബിൽഡ് ചെയ്യണം. ഇതിന് 2 ഫോർമുല ഉണ്ട്. ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 0.9, അതായത് 80 ഇൻറ്റു 2.2 ഇൻറ്റു 0.9. ആൻസർ 158 ആണ്. അതായത് അദ്ദേഹം 158 ഗ്രാം പ്രോട്ടീൻ ഡെയിലി എടുക്കണം. അല്ലെങ്കിൽ അടുത്ത ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് ഇൻറ്റു 2.2 ഇൻറ്റു 1, അതായത് 80 ഇൻറ്റു 2.2 ഇൻറ്റു 1. ആൻസർ എന്ന് പറയുന്നത് 176. അപ്പോൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ഇതിൽ ഏത് ഫോർമുല ആണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 178 ഗ്രാം പ്രോട്ടീൻ ഡെയിലി ഇൻടേക്ക് ചെയ്യണം എന്നാണ്. എങ്കിൽ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത് വരുന്നത് എക്ടോമോർഫ് ആണ്. ഇദ്ദേഹത്തിന് ഏകദേശം 100 കിലോ ഉണ്ട് ബോഡി വെയിറ്റ്. മെയിൻലി ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും അവരുടെ മെയിൻ ഗോൾ. അപ്പോൾ അവർ പ്രോട്ടീൻ ഫുഡ് വളരെ കുറച്ചായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഒഴിവാക്കും. ഇവർ പ്രോട്ടീൻ ഫുഡ് ഒഴിവാക്കുന്നതോടെ ഇവർക്ക് മസിൽ ലോസ് വരികയും ബോഡിയിൽ സ്കിന്നി ഫാറ്റ് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ ഗോൾ വെയിറ്റ് ലോസ് ആയിരിക്കാം, എങ്കിൽ തന്നെയും നിങ്ങൾ പ്രോട്ടീൻ ഫുഡ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ ലെവൽ കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ലോസ് വരാതിരിക്കൂ. ഇവരുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഫോർമുല ഉണ്ട്. നമുക്ക് 2 ഫോർമുല ഏതാണെന്ന് നോക്കാം. ഒന്ന് ബോഡി വെയിറ്റ് ഇൻറ്റു 1.8, അതായത് 100 ഇൻറ്റു 1.8. ആൻസർ 180 ഗ്രാം പ്രോട്ടീൻ. അടുത്തത് ബോഡി വെയിറ്റ് ഇൻറ്റു 2.2, അതായത് 100 ഇൻറ്റു 2.2. ആൻസർ 220 ഗ്രാം പ്രോട്ടീൻ. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് 180 220 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഒരു നമ്പർ ആയിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എടുക്കുന്ന പ്രോട്ടീന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിസൾട്ടും ഹൈ ആകും. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ബെസ്റ്റ് പ്രോട്ടീൻ ഫുഡുകൾ ഏതാണെന്ന് നോക്കാം. അതിന്റെ പ്രൈസ്, അതിന്റെ ബജറ്റ്, അതിന്റെ ബയോ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഇതിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത് വരുന്നത് പാർട്ട് 2 വീഡിയോയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ പാർട്ട് 2 വരുന്നുണ്ട്.